നമ്മുടെ മരിച്ചുപോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങളുടെ മരിച്ചു പോയവരെ കുർബാനയിൽ എവിടെ വെക്കണമെന്നറിയാമോ? നമ്മുടെ കുർബാനക്രമത്തിൽ കാസയും പിലാസയും അച്ഛൻ ഉയർത്തി, അത് കർത്താവിൻ്റെ കുരിശുമരണത്തെ കാണിക്കുന്നതല്ലേ? ക്രൂസിഫിക്ഷനാണ് ഡെപ്പിക്റ്റ് ചെയ്യുന്നത്. കാസയും പിലാസയും ഉയർത്തി, അതിനുശേഷം അത് ബലിപീഠത്തിങ്കൽ വെച്ച് ഒരു തുണി ഇട്ട് മൂടും. ശോശപ്പ, കാപ്പയുടെയൊക്കെ തുണിയുടെ മെറ്റീരിയലുള്ളൊരു തുണി ഇട്ട് മൂടും, ശോശപ്പ ഇട്ട് മൂടും. അത് മൂടുന്നത് എന്താണ്? കർത്താവിൻ്റെ ഖബറടക്കമാണ്. ഹീസ് ബറീഡ്. കർത്താവിനെ കല്ലറയിൽ സംസ്കരിക്കുകയാണ്. ഇനി നമ്മൾ താഴെ വന്നിട്ട് ചൊല്ലുന്ന പ്രാർത്ഥനകളിലെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ദൈവമാതാവായ കന്യകാമറിയത്തിൻ്റെ നീതിമാനായ മാറിയ ഔസേപ്പിൻ്റെ സ്മരണ വിശുദ്ധ ബലിപീഠത്തിൽ കൊണ്ടാകട്ടെ എന്ന് വെച്ചാൽ എവിടെ? ഈ ശോശപ്പയുടെ അകത്ത്. കല്ലറയതല്ലേ? ശോശപ്പയുടെ അകത്തേക്ക് മറിയത്തെ യൗസപിതാവിനെ വെക്കുന്നു. അത് കഴിഞ്ഞുള്ള പ്രാർത്ഥനയിൽ തോമാസ് ലീഹായ രക്തസാക്ഷികളെ വയ്ക്കുന്നു. അത് കഴിഞ്ഞിട്ട് ചെറിയവരും വലിയവരുമായി ഉദ്ധാനം പ്രതീക്ഷിച്ച് കർത്താവിൽ നിദ്ര പ്രാപിക്കുന്ന എല്ലാവരെയും അവിടെ വയ്ക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മരിച്ചുപോയവരെ നമ്മളെ തന്നെ എവിടെ വെച്ച് ശീലിക്കണമെന്നറിയാമോ? കാസയോട് പീലാസയോട് ചേർത്ത്, കർത്താവിൻ്റെ കാസയുടെ പീലാസയുടെ ചാരത്ത് ശോശപ്പയുടെ അകത്ത് വെക്കണം ഓരോ കുർബാനയിലും. എന്താ കാര്യം? കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഈ ശോശപ്പ നിവർക്കും തുറക്കും എന്ന് വെച്ചാൽ എന്താ അതിൻ്റെ അർത്ഥം? കർത്താവിൻ്റെ കല്ലറ തുറക്കപ്പെടാനുള്ളതാണ്. കർത്താവിൻ്റെ കല്ലറ തുറക്കപ്പെടും. അപ്പം നമ്മൾ വെച്ച പ്രാർത്ഥന, നമ്മൾ സമർപ്പിച്ച പൂർവികർ, നമ്മുടെ നിയോഗങ്ങൾ, അതിൻ്റെ മേലൊക്കെ ഉദ്ധാനത്തിൻ്റെ അനുഭവം ഉണ്ടാകുമെന്ന്. അതല്ലേ പൗലോസ് ശ്ലീഹ പഠിപ്പിക്കുന്നത്? കർത്താവിനോട് ചേർന്ന് സംസ്കരിക്കപ്പെടുന്നവർ കർത്താവിനോട് ചേർന്ന് ഉയർത്തെഴുന്നേൽക്കപ്പെടും. അപ്പം കർത്താവിനോട് ചേർന്നുള്ളൊരു മരണത്തിന് നമ്മൾ ഒരുങ്ങണം. നമ്മുടെ പ്രിയപ്പെട്ടവരെ അവിടെ കാഴ്ചവെച്ച് പ്രാർത്ഥിക്കണം. നിങ്ങൾ നിങ്ങളുടെ ബന്ധത്തിലും അടുപ്പത്തിലുമൊക്കെ വാർദ്ധക്യത്തിലേക്ക് എത്തിയിരിക്കുന്നവരോട്, മരണക്കിടക്കയിലേക്ക് എത്തിയിരിക്കുന്നവരോട് രമ്യപ്പെടണം. ഒത്തിരി ദ്രോഹം അവർ ചെയ്തിട്ടുണ്ടായിരിക്കും, പോട്ടെ, സാരമില്ല. നിങ്ങൾ അവരോട് ദ്രോഹം ചെയ്തിട്ടുണ്ടായിരിക്കും, ക്ഷമ ചോദിക്കണം. മരണത്തിന് മുമ്പ് രമ്യപ്പെടണേ. എല്ലാവരും ഈ ദിവസം, ഇന്നോ നാളെയോ ആയി, നിങ്ങളുടെ വികാരിച്ചന്മാരുടെ പക്കൽ പൂർവികർക്ക് വേണ്ടി ഒരു കുർബാന അർപ്പിക്കാൻ നിയോഗമേൽപ്പിക്കണം. നിങ്ങൾ ഇങ്ങനെ കൂടെ ഓർക്കണേ, ശുദ്ധീകരണ സ്ഥലത്തിലുണ്ടല്ലോ ഒത്തിരി ആത്മാക്കൾ കാണും. എന്ന് വെച്ചാൽ മക്കളെ നന്നായിട്ടൊക്കെ വിശ്വാസം പഠിപ്പിച്ചതാണ്, പക്ഷെ മക്കളാരും ഇപ്പോൾ പ്രാർത്ഥിക്കുന്നില്ല. മക്കളാരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല. അവർക്ക് വേണ്ടി ഭൂമിയിൽ നിന്ന് പ്രാർത്ഥന ഉയരുന്നില്ല. ആരറിഞ്ഞു നാളെ നമ്മുടെ അവസ്ഥ അങ്ങനെ ആകുമോ ഇല്ലയോ എന്ന്? അതുകൊണ്ട് പ്രാർത്ഥന ആവശ്യമുള്ള എല്ലാവരെയും, നമ്മുടെ പൂർവികരെ മുഴുവൻ ഓർത്തും പ്രാർത്ഥന ആവശ്യമുള്ള എല്ലാവരെയും ഓർത്തും, ലോകത്തിൻ്റെ ഏത് ഭാഗത്താണ് നിങ്ങളെങ്കിലും കുർബാന ഈ ദിവസങ്ങളിൽ ചൊല്ലി പ്രാർത്ഥിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു.